ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പുട്ടുപൊടിയോ അരിപ്പൊടിയോ അരിയോ ഒന്നും അരയ്ക്കാതെ റവയും കൊണ്ട് നല്ലൊരു നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ജീരകവും എള്ളും ഒക്കെ ചേർത്താണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റവ കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിനായിട്ട് 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് എടുത്തു, അപ്പം 2 കപ്പ് റവ. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാവേ. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇടാം. അതുപോലെ ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണമേ, 1/2 ടീസ്പൂണ് ജീരകം കൂടി. ഇത് രണ്ടും കൂടെ ഒന്ന് ചായച്ചുകൊണ്ട് വരാം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചായച്ചെടുത്തെടുക്കണം. ഒത്തിരി അരിഞ്ഞു പോകാതെ ഒന്ന് ഒതുക്കി അങ്ങ് എടുത്തുവെച്ചാൽ മതി. അങ്ങോട്ട് മാറ്റി വെക്കാവേ. അടുപ്പയിലോട്ടൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കണേ. 2 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം നല്ലോണം വെട്ടി തിളക്കട്ടെ. നമ്മളിത് റവ കൊണ്ടുള്ള നെയ്പ്പത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് പുട്ടുപൊടിയോ അരിപ്പൊടിയോ അരി അരയ്ക്കോ ഒന്നും വേണ്ട. റവയുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. രാവിലെ എളുപ്പമായിട്ട് 1 ടീസ്പൂൺ നെയ്യ്. അപ്പം നല്ലോണം വെള്ളം ഒന്ന് വെട്ടി തിളക്കട്ടെ. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതാണേലും കുഴപ്പമില്ലേ. നല്ലവണ്ണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ തീ കുറച്ച് വെക്കണേ. എന്നിട്ട് നമുക്ക് റവ കുറേച്ചേ ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാട്ടിക്കുഴക്കണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ അരിപ്പൊടി വാട്ടിക്കുഴക്കത്തില്ല, അതേ രീതിയിൽ ഇതൊന്ന് വാട്ടിക്കുഴച്ചെടുക്കും. വെള്ളം ഒന്ന് നല്ലോണം ഡ്രൈ ആകണം. വെള്ളമെല്ലാം ഒന്ന് പറ്റി റവയൊന്ന് നല്ലോണം വാട്ടിക്കുഴച്ചെടുക്കും. വെള്ളമെല്ലാം പറ്റി വരുമ്പം ഇതിലേക്ക് നമുക്ക് അരച്ചുകൊണ്ട് വന്ന തേങ്ങായും ഉള്ളി. തീ തീരെ കുറച്ച് വെക്കണം കേട്ടോ. ജീരകവും ഇടാം. അതും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ശരിക്കും ഡ്രൈ ആകുമ്പോൾ നമുക്കിത് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. അതൊന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ. ഒരു നിരന്ന പാത്രത്തിലേക്ക് ഇടാം. അതുപോലെ ഞാനൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചൂടൊന്ന് ആറിയിട്ട് വേണം നമ്മൾ ചെറിയ ചൂടോടുകൂടിയാണ് ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു 2 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ മൈദയും കൂടി ഇതിലേക്ക് ഇടാം. ഞാനൊരു 2 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇതിൽ ഇടുവാണ്. നമ്മുടെ കൈയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സമയം എള്ളുണ്ടെങ്കിൽ എള്ളിടാൻ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇച്ചിരി എള്ളൂടെ ഇടുക. കുറച്ച് എള്ളൂടെ ഇതിലേക്ക് ഇടും. നമുക്കിതൊന്ന് ഉണ്ടോ ചിപ്പം ചൂടൊന്ന് ആറിയിട്ടാണ് നമുക്കിത് ചെറിയ ചൂടോടെ നല്ല സോഫ്റ്റായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് മൈദ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമുക്ക് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതുപോലെ നമുക്ക് നല്ല സോഫ്റ്റാക്കി ഇതെടുക്കണം കേട്ടോ, കുഴച്ചെടുക്കും. അപ്പം ചൂടൊക്കെ ആറി ചെറിയ ചൂടാറി കേട്ടോ. നല്ല സോഫ്റ്റാക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കാവേ. അപ്പം മൈദ ഇടുമ്പോഴാണ്, മൈദയോ ഗോതമ്പൊടി എന്ത് വേണേലും ഇട്ടാൽ മതി കേട്ടോ. ഒരു സ്വല്പം 1 ടീസ്പൂൺ ഇട്ടാലും മതി. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. നമുക്കിത് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ഇതുണ്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റവ വാട്ടി കുഴയ്ക്കുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആകും കേട്ടോ. നമ്മൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതുണ്ടോ. അപ്പം നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഇവിടെ ഇട്ടൊന്നിട്ട് പരത്തിയെടുക്കാം. ഇച്ചിരി പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലിട്ടിട്ട് നമുക്ക് ഇത് രണ്ടാക്കാം. നമുക്ക് രണ്ടാക്കിയിട്ട് നമുക്കൊന്ന് പരത്താം. അതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാവേ. ഇതുപോലെ തീരെ നൈസും അല്ല ഒത്തിരി കട്ടിയോ അല്ലാത്ത രീതിയിൽ പരത്തിയെടുക്കണം കേട്ടോ. അറിയാമല്ലോ, പത്തിരി നമ്മൾ നെയ്പ്പത്തിരിയൊക്കെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ കേട്ടോ. അപ്പം അതേ രീതിയിൽ പരത്തിയെടുക്കാൻ മതി. പരത്തിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു അടപ്പ്, നമ്മളെ കുപ്പിയുടെയോ പിന്നെ എന്തെങ്കിലും ഒരു അടപ്പെടുത്ത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ കാണിക്കുക എത്ര കനമാണ് കേട്ടോ. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അതെ, ഇത്രയും കനത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്. കാണാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, പാത്രം നിറച്ചുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ കനമാണത്. ഉണ്ടോ. നമുക്കിനി എണ്ണ വെച്ചിട്ടുണ്ട്, ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് നല്ല ചൂടായിട്ട് വേണം ഇത് ഇടാനായിട്ട്. ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇടാം.
ഇതുപോലെ നല്ല ചൂട് വേണം. എന്നിട്ട് നമ്മൾ തീ ഒന്ന് ശകലം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കണ്ടോ, ഇതിപ്പം തന്നെ അത് പൊങ്ങി വരും. നല്ല തീയിലാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് തീ ഒന്ന് മീഡിയത്തിലേക്ക് വെക്കുക. കണ്ടതേ പൊങ്ങി നമ്മുടെ എണ്ണയുടെ മുകളിലേക്ക് വരും. കണ്ടോ, നമുക്കിത് പുട്ടുപൊടി ഒന്നും ഇല്ലെങ്കിലും റവ കൊണ്ട് ഇതുപോലെ നെയ്പ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഉണ്ടോ, നമുക്ക് ഇത് തീ ഒന്ന് മീഡിയത്തിൽ തീ വെച്ചിട്ട് ഇടുമ്പം നല്ല തീയിൽ വിടുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പം മീഡിയത്തിൽ തീ വെച്ച് നമ്മളൊന്ന് വേവിച്ച് ഒന്ന് നല്ല 2 വശം നല്ല ബ്രൗൺ ആക്കി എടുക്കാം. ഇതുപോലെ ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് അടുത്തതൂടെ ഇടാം. അങ്ങനെ ഓരോന്ന് ഇടുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമായിരിക്കും. ഇത് സ്വല്പം കഴിഞ്ഞിട്ട് ഇത് പൊങ്ങി വരും കേട്ടോ. നടുവിലേക്ക് നമ്മൾ ചൂടെണ്ണ ഒഴിക്കും. ആദ്യമേ തന്നെ ഇത് പൊങ്ങി വരത്തില്ല. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാവേ. അപ്പം അടുത്തതും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് കാണിക്കാവേ. അതെ, റവയും കൊണ്ട് ഉണ്ടാക്കി നല്ല കണ്ടോ നെയ്പ്പത്തിലാട്ടോ. നമുക്ക് റവയും കൊണ്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് പാത്രത്തിലേക്ക് വെക്കാവേ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മുറിച്ച് കാണിക്കാം കേട്ടോ. അത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.